അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദുറൂസിലെ ആറാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ പാട്ടാണ്. ഇതിന് മുമ്പ് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പാട്ടിൽ നമ്മൾ പുതിയൊരു അക്ഷരം പഠിക്കുകയാണ്. ആദ്യത്തെ പാട്ടിൽ നമ്മൾ പഠിച്ച അക്ഷരം ച, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ചക്രം, ചായ, ചക്ക, ചോക്ക്, ഇതൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഛ എന്ന അക്ഷരമാണ്. ഛ, മറ്റേത് ച, ഇത് ഛ. ഛ ഛ കണ്ടില്ലേ? ഇതാണ് അക്ഷരം. നമ്മൾ ആദ്യം എഴുതിയ പോലെ തന്നെയാണ്. ച എന്ന അക്ഷരം എഴുതിയ ശേഷം ഇവിടെ എന്ത് കൊടുക്കുക? ഒരു ഹ ഇട്ട് കൊടുക്കുക. ച ഛ, കണ്ടില്ലേ? ചി. അപ്പം നമുക്ക് ഈ അക്ഷരം പഠിക്കാം. മലയാളത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തേത് ഛായ. നമ്മൾ മുമ്പ് പഠിച്ച ഛായ അല്ല, മുഖഛായ എന്ന് നമ്മൾ പറയാറില്ലേ? മുഖഛായ, ആ ഛായ. ചായയല്ല, കുടിക്കുന്ന ചായയല്ല, മുഖഛായ. ആ ഛായയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മുഖഛായ. ഇതോ ഛർദി, ഛർദി. ചിഹ്നം, ചിഹ്നം. അപ്പോൾ നമുക്ക് ഈ അക്ഷരം എഴുതി നോക്കാം ആദ്യം. ഛ. അപ്പോൾ നമ്മൾ നേരെ ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഛ എന്ന അക്ഷരം എഴുതാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല രൂപത്തിലും നമുക്കിത് എഴുതാം. ഇങ്ങനെ തന്നിട്ട് നമ്മൾ പഠിച്ച രൂപങ്ങളൊക്കെ ഇതിൽ എഴുതാം. പല രൂപത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹ എന്നും ജ എന്നും ഹ എന്നും പല രൂപത്തിലും പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോന്ന് പുള്ളിയിട്ടിട്ട് നമുക്കൊന്ന് ആദ്യം നോക്കാം. അതിന് ശേഷം നമുക്ക് അക്ഷരം എഴുതാം. അപ്പോൾ നമുക്ക് കുറേ കാണുന്നുണ്ട് അക്ഷരങ്ങൾ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? പല അക്ഷരങ്ങളാക്കി മാറ്റണം. ഇപ്പോൾ ഒന്നാമത്തെ നോക്കാം. ഇതിൻ്റെ മുകളിൽ ഫത്ഹ ഇട്ട് കൊടുക്കുക. ഹ, എന്താ വായിക്കുക? ഹ. ഹ എന്ന അക്ഷരമാക്കി. ഈ രണ്ടാമത്തത് നമുക്ക് എന്ത് ചെയ്യുക? ജീമാക്കാം. ജബലുൻ എന്ന പാഠത്തിലൂടെ നമ്മൾ പഠിച്ച ജീം. ജ. മൂന്നാമത്തതോ നമുക്ക് മുകളിൽ ഒരു കുത്തിട്ടിട്ട് ഒരു ഫത്ഹ ഇട്ട് കൊടുക്കുക. ഖ. ഖ, ഖത്മുൻ എന്ന പാഠത്തിലൂടെ പഠിച്ച ഖ. പിന്നെയോ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ അക്ഷരം ച, കണ്ടില്ലേ? ച. ഇനി നമ്മൾ പഠിക്കാൻ പോണ അക്ഷരം ഏതാണ്? അതൊന്നുകൂടി എഴുതാം. കണ്ട നിങ്ങൾ എഴുതുന്നത് ഛ, ഛായ എന്നതിൽ ഛ. നമ്മളിതിന് മുന്നേ പഠിച്ചത് എന്തായിരുന്നു? ച. രണ്ടിൻ്റെയും ഉച്ചാരണ വ്യത്യാസമുണ്ട്. ഇത് ച എന്നും ഇത് ഛ എന്നുമാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഛർദി. ആദ്യം ബോർഡ് മായ്ക്കാം. ഛർദി.
കണ്ടില്ലേ? ഛർദി. എന്തായി? ഛർദി. ഇനി നമുക്ക് എന്തെഴുതാം? ചിഹ്നം. അത് എഴുതി നോക്കാം. ചി. കണ്ടല്ലേ? ഛ ചി. ഛ ചി. ചിഹ്നം. ചിഹ്നം. അപ്പോൾ നമ്മൾ ഛ എന്ന അക്ഷരം എഴുതുമ്പോൾ സാധാരണ നമ്മൾ പഠിച്ച ഛ എന്ന അക്ഷരവും അതുകൂടെ ഹ എന്ന് കണ്ടില്ലേ? ഹാവും കൂടെ എഴുതി കൊടുക്കണം. അപ്പോഴുള്ളൂ ഛ എന്ന അക്ഷരത്തിന് ഒരു ഗൗരവം വരുള്ളൂ. അതിൻ്റെ ഉച്ചാരണം ശരിയാവണമെങ്കിൽ ഛ എന്ന് തന്നെ പറയണം. ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മളിത് എന്തൊക്കെയാണ് വായിച്ചത്? ഛായ, ഛർദി, ചിഹ്നം. ചിഹ്നം. ഇവിടെ നോക്കൂ നിങ്ങൾ താഴെ ച എന്ന് എഴുതുമ്പോൾ കണ്ടില്ലേ? തുടക്കത്തിലുള്ള രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നടുഭാഗത്തായിട്ട് വരുമ്പോൾ നമ്മൾ ഈ രൂപത്തിൽ എഴുതും. കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിൽ ഛ. ഇന്ന് കണ്ട നിങ്ങൾ ഇതിൽ താഴെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി എഴുതേണ്ട രൂപം ഛ. ഛ. ചി. ചീ. ചു. ചൂ. ചിർ. ഛെ. ഛേ. ഛൈ. ഛോ. ഛോ. ഛൗ. ഛം. ച. കണ്ടില്ലേ? ഉച്ചാരണ നീട്ടിയിട്ടുള്ളതുണ്ട്, ഒകാരചിഹ്നം കൊടുത്തിട്ടുള്ളതുണ്ട്, യകാരചിഹ്നവും ഒകാരചിഹ്നവും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ, നീട്ടിയിട്ടും നീട്ടാതെയും. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപഠിക്കുക. ഓരോന്ന് എഴുതി നോക്കുക. ഇതുപോലെ തന്നെ എഴുതി നോക്കുക. ഇനി അതിൻ്റെ താഴെ കാണാം പല രൂപത്തിൽ നമ്മൾ എഴുതിയതുപോലെ ഇവിടെ കാണാം. ഹ. ഓരോന്നും നമുക്ക് വായിക്കാം. നിങ്ങളൊന്ന് വായിച്ചേ. ഹ. ഹോ. ഹ. ഹോ. ജ. ഛ. ജ. ഛ. 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 കണ്ടില്ലേ? ഓരോന്നും ഇതുപോലെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇതിൽ ഓരോന്നിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി വായിച്ചു പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.